ലൈഫ് എൻജോയ് ചെയ്യണം അല്ലേ ഡിയർ? എന്റെ ദീപു എന്താ ഒന്നും മിണ്ടാത്ത? നിക്കടി അവിടെ. ഇത് നിന്റെ US ഒന്നും അല്ല. ഇത് US അല്ലാന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നന്ദന പിള്ള ഇങ്ങനെയാണ്. നീ ആരായാലും എന്താ, ഇതിവിടെ പറ്റില്ല. മനസ്സിലായില്ല? എന്റെ വീട്ടില് നിന്റെ ഈ വിളയാട്ടൊന്നും നടക്കില്ലെന്ന്. നിന്റെ വീടോ? ഇതെങ്ങനെ നിന്റെ വീടാവും? ഇതിപ്പോ നിന്റെ വീടല്ല, എന്റെ വീടാ. ഈ നന്ദന പിള്ളയുടെ വീട്. ഇവിടെ എന്തൊക്കെ മര്യാദ കേട്ടാ വിളിച്ചു പറയുന്നേ? ഞാൻ മര്യാദകേടല്ല പറഞ്ഞേ, ഞാൻ പറഞ്ഞ സത്യമാ, 100% സത്യം. അടങ്ങി നിൽക്കും. ഈ വീടും പറമ്പും ഒക്കെ ഇപ്പൊ എന്റെ പേരില. അമ്മായിയുടെ അനുഗ്രഹത്തോടെ മരുമോള് ഈ സ്വത്തുക്കളൊക്കെ എന്റെ പേരിൽ എഴുതുന്നു. അതേന്നേ, ഞാൻ പറഞ്ഞ നുണയാണെങ്കി ഇവളോട് ചോദിച്ചു നോക്ക്, ഇവള് പറയും സത്യം. ഈ അമ്മായി മരുമോളും തമ്മിലുള്ള ഫൈറ്റിലെ ഇതെല്ലാം എന്റെ പേരിലായി. നേരാണോടി പറയുന്നേ? അതെ വല്യമാവ. വല്യമാവനെയും ആ പത്മാമ്മയെയും ഒന്നിപ്പിക്കാനുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എന്റെ കൈകളിലേക്ക് ഞാൻ അറിയാതെ വന്ന പ്രോപ്പർട്ടിയാ. ഞാനിതൊന്നിനു വേണ്ടാന്ന് വെക്കണം. ഞാൻ ചോദിച്ചതിന് ഉത്തരം തന്നില്ല. എവള് പറയുന്ന നേരാണോന്ന് ചോദിച്ചതിന് മറുപടി പറയണി. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. നന്നായി, എനിക്ക് സന്തോഷമായി. എല്ലാം ഇവിടെ പൂർത്തിയായി. ഫിനിഷ്. കുളവും കലക്കി പഴുതിന് തീറ്റയും കൊടുത്തു. പരസ്പരം മത്സരിച്ച് ഒടുവില് കിടപ്പാടം വരെ കയ്യിൽ നിന്ന് പോയി. തന്നിഷ്ടം കൊണ്ട് വരുത്തി വെച്ചത് രണ്ടും കൂടെ അനുഭവിച്ചോ? അടങ്ങി നിൽക്കും. ഒന്ന് അടങ്ങി നിൽക്ക. ഹലോ, ഒടുവില് അതും കയ്യിൽ നിന്ന് പോയി. പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഒഴിയാനാ ഓർഡർ. നമുക്ക് ഉറങ്ങാം, നേരെ ഒരുപാടായില്ലേ. കണ്ടില്ലേ, മുഖത്ത് ആട്ടിയിട്ടാ അവൻ അവളെ വിളിച്ചോണ്ട് പോയത്. ഇതിനൊക്കെ കാരണക്കാരൻ ഞാനാ. എനിക്കിത് കിട്ടണം. കാലം കണക്ക് ചോദിക്കാതെ വിടില്ലെന്ന് വേണുവട്ടം പറഞ്ഞത് ശരിയാ. അത് അറം പറ്റിയതുപോലെ ആയില്ലേ? നടന്ന കാര്യം ഞാൻ പറയാം. എനിക്കൊന്നും കേൾക്കണ്ടേ നീ? സ്വത്തും പോയി, സൽപ്പേരും പോയി, എല്ലാം പോയി. ഈ പോക്ക് പോയാ 1 or 2 വർഷം കൊണ്ട് അവനും അവളും കൂടി ഇതും തീർത്തോളൂ. പിന്നെ പെരുവഴി ആധാരം.